Hi friends, welcome back to English Shine Academy. My friends, ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്നും പറയാറുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, നമ്മൾ വീട്ടിൽ ഒരു ഗ്ലാസ് ചായ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് ഇടയ്ക്ക് പഞ്ചസാര ഇല്ല, ചായപ്പൊടി തീർന്നു, അല്ലെങ്കിൽ ചായപ്പൊടി ഇല്ല, അല്ലേ? അല്ലെങ്കിൽ മുളക് പൊടി ഇല്ല, അല്ലെങ്കിൽ അതില്ല, ഇതില്ല. ഇങ്ങനെയുള്ള ഇല്ല എന്ന് പറയുന്ന സെന്റൻസ് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക? അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? അവളെ വിളിക്കേണ്ട ആവശ്യമില്ല, അവിടെ പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ഇല്ല അല്ലെങ്കിൽ ആവശ്യമില്ല, ഇങ്ങനെയുള്ള സെന്റൻസുകൾ എങ്ങനെയാണ് നമ്മൾ പറയുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇല്ല എന്നുള്ളതിന് നമുക്ക് there is no എന്ന് പറയാം. ആവശ്യമില്ല അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിലോ there is no need. എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ആദ്യത്തെ എക്സാമ്പിൾ ആണ്. ഒന്നാമത്തെ എക്സാമ്പിൾ, പഞ്ചസാര ഇല്ല. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, മമ്മി എനിക്കൊരു ഗ്ലാസ് ചായ വേണം. അപ്പം മമ്മി പറയാണ് എന്ത്? പഞ്ചസാര ഇല്ല അല്ലെങ്കിൽ പഞ്ചസാര തീർന്നു. പഞ്ചസാര ഇല്ല അല്ലെങ്കിൽ പഞ്ചസാര തീർന്നു എന്ന് പറയാം there is no sugar. എന്താണ് there is no sugar എന്ന് വെച്ചാൽ പഞ്ചസാര ഇല്ല എന്ന് വെച്ചാൽ ചെയ്യുന്ന ആള് സബ്ജക്റ്റ് ഇല്ലാത്തോ, അല്ലേ? സബ്ജക്റ്റ് ഇല്ല, അതുപോലെ തന്നെ ആക്ഷൻ ഒന്നുമില്ല. നോ സബ്ജക്റ്റ് ആൻഡ് നോ ആക്ഷൻ. സബ്ജക്റ്റും ആക്ഷനും ഇല്ലാത്ത സെന്റൻസുകൾ പറയാൻ നമ്മൾ there is അല്ലെങ്കിൽ there is no need, there is need. ഒന്ന് പറയാം, പഞ്ചസാര ഇല്ല അല്ലെങ്കിൽ പഞ്ചസാര തീർന്നു, there is no sugar. ഇനി സെക്കൻഡ് വൺ ആണ്. എന്താണ് സെക്കൻഡ് വൺ? ചായപ്പൊടി ഇല്ല. എന്താണ്? ചായപ്പൊടി ഇല്ല അല്ലെങ്കിൽ ചായപ്പൊടി തീർന്നു എന്ന് പറയാം there is no tea powder. ഇനി മൂന്നാമതാണ്, കാപ്പിപ്പൊടി ഇല്ല. ഓക്കെ, ആദ്യം ചോദിച്ചു ഒരു ഗ്ലാസ് ചായ, അപ്പം പറഞ്ഞു പഞ്ചസാര ഇല്ല. അപ്പം പറഞ്ഞു പഞ്ചസാര ഇല്ലാത്തൊരു ചായ, അപ്പം പറയാണെന്ത്? നോ ടീ പൗഡർ. there is no tea powder. ഇനി ചോദിക്കാണ് കോഫിയെങ്കിലും കോഫി, അപ്പോഴാണ് there is no coffee powder. ഇനിയാണ് നാലാമത്, ഒരു ചുടുവെള്ളമെങ്കിലും കിട്ടുമോ? ഒരു ഗ്ലാസ് ചുടുവെള്ളം. അപ്പോഴാണ് there is no warm water. ചുടുവെള്ളം ഇല്ല അല്ലെങ്കിൽ ചുടുവെള്ളം തീർന്നു, ചുടുവെള്ളം ഇല്ല. ക്ലിയർ? അപ്പൊ എന്ത് പറയുകയാണെങ്കിലും ഇല്ല എന്ന് പറയാനാണെങ്കിൽ there is no നിർത്തണം. there is no പഞ്ചസാര ഇല്ല, there is no sugar, there is no tea powder, there is no water, there is no warm water ഒക്കെ പറയാം. ക്ലിയർ? ഇനി അടുത്താണ്, നിങ്ങളുടെ ആവശ്യമില്ല ഈ കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ പോകാൻ, അല്ലെങ്കിൽ ഇവിടെ വരാൻ നിങ്ങളുടെ ആവശ്യമില്ല. നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പറയാം. നിങ്ങളുടെ ആവശ്യമില്ല. there is no need of you. Okay, there is no need of you. there is no need of her. അവളുടെ ആവശ്യമില്ല, അവൻ്റെ ആവശ്യമില്ല എന്ന് പറയാം there is no need of him. അവൻ്റെ ആവശ്യമില്ല. there is no need of him. അവൻ്റെ ഒരു ആവശ്യമില്ല. അവളുടെ ആവശ്യമില്ല, അവൻ്റെ ആവശ്യമില്ല, നിൻ്റെ ആവശ്യമില്ല. ഓക്കെ, എൻ്റെ ഫ്രണ്ടിൻ്റെ ആവശ്യമില്ല. there is no need of my friends. ക്ലിയർ? എന്ന് പറഞ്ഞ് അവൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ there is no need of him. ഇനി അടുത്താണ്, മാർക്കറ്റിൽ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, സാധനം ഇവിടുത്തെ, അങ്ങാടിയിൽ പോകേണ്ട ആവശ്യമില്ല, കാരണം സാധനം ഇവിടുത്തെ എന്ന് പറയാം there is no need to go to market. ഓക്കെ, നിങ്ങൾ ഇവിടെ ഓഫ് ആണ് ചേർക്കുന്നെങ്കിൽ, ടൂവിന് പകരം ഓഫ് ആണ് ചേർക്കുന്നെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഗോയിങ് ing ചേർക്കേണ്ടി വരും. നൗൺ ചേർക്കേണ്ടി വരും. ഗോയിങ് എന്നാണ് GOING, ഗോയിങ് ചേർക്കേണ്ടി വരും. ക്ലിയർ? അതിൻ്റെ കാരണം ഓഫ് എന്താണ്? ഓഫ് ഒരു പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രിപ്പോസിഷന് ശേഷം എപ്പോഴും നൗൺ ആണ് വരിക. നൗൺ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഗോയിങ് ചേർക്കുന്നത്. ക്ലിയർ? there is no need to go to market അല്ലെങ്കിൽ there is no need of going to market. ഓക്കെ എന്ന് പറയാം. ഇനി അടുത്താണ്, അത് എടുക്കേണ്ട ആവശ്യമില്ല. അവിടെ നിന്നോട്ടെ, അത് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. there is no need of taking that അല്ലെങ്കിൽ there is no need to take that. ടു ആണെങ്കിൽ വെറും ഫസ്റ്റ് ഫോം. അതല്ല ഓഫ് ആണ് ചേർക്കുന്നെങ്കിലോ പിന്നെ ടേക്ക് ഉള്ളത് ടേക്കിംഗ് ing ഫോം ആക്കാം. അതിന് കാരണം ഓഫ് എന്താണ്? പ്രപ്പോസിഷൻ ആണ്. പ്രപ്പോസിഷന് ശേഷം ing ആണ് വരിക, എന്ന് വെച്ചാൽ നൗൺ ആണ് വരിക. ഓക്കെ, നൗൺ. ക്ലിയർ? അപ്പോൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. there is no need to take that. അല്ലെങ്കിൽ there is no need of taking that. ക്ലിയർ? ഇനി അടുത്താണ്, മരുന്ന് കുടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ പറയാണ്, എനിക്ക് പനിയാണ്, I have a fever. അപ്പോൾ ചെക്ക് ചെയ്ത് പറയാണ്, ഇതിന് മരുന്ന് കുടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താ പറയുക?
there is no need to take medicine. There is no need to take medicine. ഓക്കെ, ഇവിടെ ടുവിന് പകരം ഓഫ് ചേർക്കാം. ഓഫ് ചേർക്കുമ്പോൾ ing ചേർക്കേണ്ടി വരും. നൗൺ. There is no need of taking medicine. There is no need of taking medicine. ഓക്കെ, ഇനി അടുത്താണ് എൻ്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല. ക്ലിയർ എന്ന് പറയാം. There is no need to come to me. There is no need to come to me. അല്ലെങ്കിൽ there is no need of coming to me. There is no need of coming to me. ക്ലിയർ. ഇനി അടുത്ത് നോക്കാം. അവനെ വിളിക്കേണ്ട ആവശ്യമില്ല. അവനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും. അവനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. There is no need to call him. There is no need to call him. അല്ലെങ്കിൽ there is no need of calling him. Of calling him. ഇങ്ങനെയും പറയാം. ഓക്കെ, ഓഫ് കോളിംഗ് ഹിം. ക്ലിയർ. ഇനി അടുത്താണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനിവിടെ ഉണ്ട്. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പേടിക്കേണ്ട ആവശ്യമില്ല. There is no need to be afraid. There is no need to be afraid. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. എന്താണ് ഹോംവർക്ക്? ദ ഫസ്റ്റ് വൺ ഈസ് ആ കടയിൽ പോവേണ്ട ആവശ്യമില്ല. ആ കടയിൽ പോവേണ്ട ആവശ്യമില്ല. രണ്ടാമതാണ് അവളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അവളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അവനെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അവളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഇനി മൂന്നാമതാണ് മുളക് പൊടി ഇല്ല എന്ന് വെച്ചാൽ മുളക് പൊടി തീർന്നു പോയി.